വെൽക്കം ടു യശോദേജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 മോഡ്യൂൾ കവർ ചെയ്തിട്ടുണ്ട്. ഡയറി ടെക്നോളജിയിൽ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ വെറ്ററിനറി സയൻസും അതുപോലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ അതുപോലെ ഡെയിലി എക്സാമുകൾ, മോഡൽ എക്സാം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്തിട്ട് അതുവഴി കോഴ്സ് വാങ്ങാവുന്നതാണ്. സോ നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം ഡൗൺലോഡബിൾ നോട്ട്സ് ആയിരിക്കും ലഭിക്കുന്നത്. 500 രൂപയാണ് കോഴ്സിൻ്റെ ഫീ വരുന്നത്. എക്സാം വരെയും ഈ ഒരു വൺ ടൈം പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 2 മോഡ്യൂൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം കവർ ചെയ്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പിന്നെ ഡെഫിനിഷൻസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്നിനി അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫങ്ഷൻ ആൻഡ് പവേഴ്സ് ഇത്രയും നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ആക്ട് പറഞ്ഞു വന്നപ്പോൾ ആക്ട് എന്താണ് സൈൻ ചെയ്തത് August 23, 2006 ആണ്. ദെൻ ആക്ട് പാസ്സായത് August 24, 2006 ആണ്. പിന്നെ അത് എസ്റ്റാബ്ലിഷ് ആവുന്നത് 2008 പിന്നെ ആക്ടിൽ 12 ചാപ്റ്റേഴ്സും 101 സെക്ഷൻസും 2 ഷെഡ്യൂൾസാണ് ഉള്ളതെന്ന് പറഞ്ഞു. സോ ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് നമ്മൾ ഇനി ഇതിലെ അതോറിറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻട്രലിലുള്ള അതോറിറ്റിയാണ് ഈ FSSAI അല്ലേ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി. ഇവരാണ് എന്താണ് സ്റ്റേറ്റിന് വേണ്ട ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പോളിസീസ് എല്ലാം ഇറക്കുന്നതും ഫുൾ ആ ഒരു നോളജ് ഷെയർ ചെയ്യുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് അതിൻ്റെ എന്താണ് റെഗുലേഷൻ ഫുള്ള് ചെയ്യുന്നത് ഈ ഒരു ഫുഡ് സെൻട്രൽ അതോറിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ FSSAI അല്ലെങ്കിൽ ഫുഡ് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ദെൻ FSSAIൻ്റെ റോള് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വേണ്ട ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ എന്ത് ചെയ്യുക, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡ്സ്, ഗൈഡ് ലൈൻസ് ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. ദെൻ സ്പെസിഫിസിറ്റി ലിമിറ്റ്സ് ഫോർ അഡിറ്റീവ്സ്, അതായത് നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ്, കണ്ടാമിനൻസ്, പെസ്റ്റിസൈഡ്സ്, വെറ്ററിനറി ഡ്രഗ് റെസിഡ്യൂസ്, മൈക്രോടോക്സിൻസ്, ആൻറ്റിബയോട്ടിക്സ് ഇവയുടെയൊക്കെ ഒരു ലെവൽ അത് കറക്റ്റായിട്ട് ആ സ്പെസിഫിക് ലിമിറ്റ്സ് എന്താണ് കൃത്യമായിട്ട് പറയുക. Then lay down food labeling standards including claims on health, nutrition, special dietary uses and food category systems for food. അതായത് നമ്മൾ ഓരോ ലേബലൊക്കെ ചെയ്യുന്നത്, പാക്കേജിങ് ചെയ്യുന്നത്, ഇതിനെല്ലാം ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിന് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അതനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ എന്താണ് ഫോൾസ് ആയിട്ടുള്ള ക്ലെയിമിംഗ് ഒന്നും നടത്താൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കറക്റ്റ് ഗൈഡ് ലൈൻസ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. ദെൻ ലേ ഡൗൺ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, അനാലിസിസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എമംഗ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, പ്രിസ്ക്രൈബിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ ബോഡീസ് ആൻഡ് ലബോറട്ടറീസ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ ഒരു എന്താ പറയുക, അവർക്ക് സർട്ടൻ അക്രഡിറ്റേഷൻസ് വേണമല്ലേ. അപ്പോൾ BISൻ്റേതാവാം, FSSAIയുടേതാവാം. പിന്നെ ഇനി നമ്മൾ ലബോറട്ടറീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിന് NABL അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള മറ്റേതെങ്കിലും അക്രഡിറ്റേഷൻസ്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിലെല്ലാം എന്താണ് ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ അതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ഇവരാണ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. ദെൻ ടേക്കിംഗ് അപ്പ്, സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് റിലവൻറ്റ് scientific and technical data on incidence and prevalence of biological or emerging risk, residues of various contaminants, introduction of rapid alert system among others. അതുപോലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുഡ് ഹസാർഡുകളൊക്കെ വരാമല്ലോ, ബയോളജിക്കൽ ഹസാർഡുകളൊക്കെ വരാം, കണ്ടാമിനൻസ് കാരണമുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളതും അതുപോലെ ടെക്നിക്കലി വേണ്ട ഡേറ്റ എല്ലാം എന്താണ് കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും ഒക്കെ ഇവരുടെ റോളിൽ വരുന്നതാണ്. ദെൻ പ്രിസ്ക്രൈബിംഗ് ദ പ്രൊസീജിയർ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഇൻ റിലേഷൻ ടു എനി ഇമ്പോർട്ടഡ് ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ടു ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഫുഡ് ആർട്ടിക്കിൾസിൻ്റെയും അതിൻ്റെ ക്വാളിറ്റി കൺട്രോളായിട്ട് ബന്ധപ്പെട്ട എന്താണ് ലോ എൻഫോഴ്സ്മെൻ്റ് എല്ലാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം ഇവർ എന്താണ് കൊടുക്കുന്നതാണ്. ദെൻ ക്രിയേറ്റിംഗ് ആൻ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് അക്രോസ് ദ കൺട്രി ടു ഡിസമിനേറ്റ് റാപ്പിഡ്, റിലയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ഇഷ്യൂസ് ഓഫ് കൺസേൺ. ഓക്കെ, സോ നാഷണൽ ലെവലിലായാലും
അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ലെവലിലായാലും എല്ലായിടത്തും ഇവരുടെ ഈ ഒരു ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു റോളുണ്ട്. ദെൻ പ്രൊവൈഡിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ പേഴ്സൺസ് ഹു ആർ ഇൻവോൾവ് ഓർ ഇൻറ്റൻഡ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ഫുഡ് ബിസിനസ്സസ്. ഓക്കെ, അപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് FBOയ്ക്ക് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. പ്രൊമോട്ടിംഗ് ജനറൽ അവയർനെസ് അബൌട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് കോർഡിനേഷൻ ഓഫ് വർക്ക് ഓൺ ഫുഡ് സ്റ്റാൻഡേർഡ്സ് അണ്ടർടേക്കൺ ബൈ ഇൻ്റർനാഷണൽ ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നമുക്കിതിൽ നോക്കാനുള്ള, അപ്പോൾ അവരുടെ റോള് കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഗവേണിംഗ് സ്ട്രക്ചർ ഓഫ് FSSAI, നമ്മുടെ ഫുഡ് അതോറിറ്റീൻ്റെ അവരുടെ ശരിക്കുള്ള ഗവേണിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്. ഓക്കെ, സോ എന്താണ് അതിൻ്റെ കമ്പോസിഷൻ എന്നുള്ളത് നോക്കാം. ഫുഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സും ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഫുഡ് അതോറിറ്റിയിൽ ചെയർപേഴ്സണും 22 മെമ്പേഴ്സും. ഈ 22 മെമ്പേഴ്സിൽ 1/3 എന്ന് പറയുന്നത് വിമൻ ആയിരിക്കണം. പിന്നെ ഇതിൽ 7 മെമ്പേഴ്സ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. 7 എക്സ് ഒഫീഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി രാജ്യസഭയുടെ ചെയർമാനും ആവും. ഓക്കെ, സോ ഇങ്ങനെ ആ ഒരു റോളിനെയാണ് നമ്മൾ എക്സ് ഒഫീഷ്യോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെമ്പേഴ്സിനാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് അതോറിറ്റിയിൽ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. അവർ വരുന്നത് ഈ അഗ്രികൾച്ചർ, കൊമേഴ്സ്, പിന്നെ കൺസ്യൂമർ അഫെയർസ്, ഫുഡ് പ്രോസസ്സിങ്, ഹെൽത്ത് ഇൻഡസ്ട്രീസ്, പിന്നെ ഏതാണ് ഇത്തരത്തിലൊക്കെയുള്ള ഇൻഡസ്ട്രീസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വരുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കുമ്പോഴത്തേക്കും ആക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര പേരാണ്. ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരാണെങ്കിൽ 2 റെപ്രസെൻറ്റേറ്റീവ്സ്, ദെൻ കൺസ്യൂമർ ഫീൽഡിൽ നിന്നാണെങ്കിൽ 2 റെപ്രസെൻറ്റേറ്റീവ്സ്, ഫുഡ് ടെക് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ 3 എക്സ്പേർട്സ്, അങ്ങനെയുള്ള 3 റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, ഇങ്ങനെ പല അത്രയും നമ്പേഴ്സൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആക്ട് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ വരുന്നത് നമ്മുടെ ഫുഡിൻ്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ലിമിറ്റ്സൊക്കെ, കണ്ടാമിനൻസൊക്കെ എത്ര ലിമിറ്റാണ്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ലിമിറ്റ്, ഇങ്ങനെ ഓരോന്നിൻ്റെ ലിമിറ്റ്സും അതുപോലെ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ സയൻറ്റിഫിക് കമ്മിറ്റിയും സയൻറ്റിഫിക് പാനൽസുമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. സയൻറ്റിഫിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെയർപേഴ്സൺ ഓഫ് ഓക്കെ, നമ്മുടെ ഈ സയൻറ്റിഫിക് പാനൽ ആദ്യം പറയാം. സയൻറ്റിഫിക് പാനൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 21 സയൻറ്റിഫിക് പാനൽസാണുള്ളത്. ഈ സയൻറ്റിഫിക് പാനൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡിൽ വേണ്ട അഡ്വൈസ് കൊടുക്കുന്ന എക്സ്പേർട്സിൻ്റെ ഒരു പാനലാണ് സയൻറ്റിഫിക് പാനൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഫുഡ് അഡിറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഗൈഡ് ലൈൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫുഡിൻ്റെ പെസ്റ്റിസൈഡ്സ്, അതുപോലെ GMO ഫുഡ്സ്, ഫങ്ഷണൽ ഫുഡ്സ്, ബയോ ഹസാർഡ്സ്, ഇതെല്ലാം ഓരോ പെർട്ടിക്കുലർ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ആ ഓരോ ഫീൽഡിൽ നിന്നും അത്രയും അറിവുള്ള എക്സ്പേർട്സ്, അതിന് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്നുള്ള അഡ്വൈസ് എടുത്തിട്ട് ഈ ഒരു ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫുഡ് സേഫ്റ്റിക്ക് വേണ്ട കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സയൻറ്റിഫിക് പാനൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ 17 ആയിരുന്നു, ഇപ്പോൾ 21 സയൻറ്റിഫിക് പാനൽസ് ഉണ്ട്. ഇനി ഈ സയൻറ്റിഫിക് പാനൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ക്രോഡീകരിക്കാനും, അല്ലെങ്കിൽ ഇനി സയൻറ്റിഫിക് പാനൽസ് വർക്ക് ചെയ്യാത്ത ഫീൽഡുകൾ, അതിൻ്റെ അതായത് ഈ സയൻറ്റിഫിക് പാനൽസ് എടുത്തിട്ടില്ലാത്ത ഫീൽഡുകളുടെ വേറെ ടോപ്പിക്സും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാനും കാര്യത്തിനും അതിൻ്റെ ഡിസ്കഷനും സമ്മറൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സയൻറ്റിഫിക് കമ്മിറ്റീസ് ഉണ്ട്. സയൻറ്റിഫിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഈ 21 സയൻറ്റിഫിക് പാനലിലെയും ചെയർപേഴ്സണുകളും പിന്നെ 6 ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സും കൂടി ചേർന്നതാണ് സയൻറ്റിഫിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ ഫുഡ് സ്റ്റാൻഡേർഡിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കാര്യത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ കോംപ്ലിയൻസ്, പിന്നെ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താനായിട്ട് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, ദെൻ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി, ദെൻ ഡിസ്ട്രിക്ട് ലെവൽ അഡ്വൈസറി കമ്മിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ FSSAI അല്ലെങ്കിൽ ഫുഡ് അതോറിറ്റിയുടെ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് FSSAIയിൽ ഒരു 11 ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് അതിൻ്റെ ടോട്ടൽ വർക്കിങ്ങിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 11 ഡിവിഷൻസ് ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഡിവിഷൻ. ഓക്കെ, ഇതിലാണ് നമ്മൾ എക്സ്പേർട്സിൻ്റെയൊക്കെ അഡ്വൈസ് എല്ലാം എടുത്തിട്ട്
അല്ലെങ്കിൽ എക്സ്പേർട്സ് ഒക്കെ വരുന്ന ഒരു ഡിവിഷനാണ് സ്റ്റാൻഡേർഡ്സ് ഡിവിഷൻ. ദെൻ റെഗുലേഷൻ ഓർ കോഡെക്സ് ഡിവിഷൻ, റെഗുലേറ്ററി കോംപ്ലിയൻസ് ഓർ സർവൈലൻസ് ഡിവിഷൻ, ക്വാളിറ്റി അഷുറൻസ് ഓർ സർവൈലൻസ് ഡിവിഷൻ, ഹ്യൂമൻ റിസോഴ്സ് വിജിലൻസ് ആൻഡ് ട്രെയിനിങ് ഡിവിഷൻ, ഫിനാൻസ് ഡിവിഷൻ, ഇമ്പോർട്ട്സ് ഡിവിഷൻ, റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിവിഷൻ, FSMS ഡിവിഷൻ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ, ലീഗൽ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഈ FSSAI അല്ലെങ്കിൽ ഫുഡ് അതോറിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഡിവിഷനുകളാണ് ഇത്രയും. ഓക്കെ, അങ്ങനെ നമുക്ക് 11 ഡിവിഷൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫുഡ് അതോറിറ്റീൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫുഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ചെയർപേഴ്സണും 22 മെമ്പേഴ്സും ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ ഈ ഓരോ 22 മെമ്പേഴ്സ് എല്ലാവരും എന്ന് പറയുന്നത് വേരിയസ് മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്? അഗ്രികൾച്ചർ, കൊമേഴ്സ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് പ്രോസസ്സിംഗ്, ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെപ്രസെൻറ്റിംഗ് ഫാർമേഴ്സ്, സയൻറ്റിസ്റ്റ് ആൻഡ് ടെക്നോളജിസ്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് റീറ്റെയിൽ ഓർഗനൈസേഷൻസ് വിത്ത് എ മിനിമം കമ്പോസിഷൻ ഓഫ് 1/3 ഓഫ് ദി മെമ്പേഴ്സ് ബീയിങ് വിമൻ. ഓക്കെ, നമ്മൾ അത്രയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മൾ എന്താണ്, ടു ഫർദർ ഇറ്റ്സ് മാൻഡേറ്റ് ദ അതോറിറ്റി ഈസ് അസിസ്റ്റഡ് ആൻഡ് അഡ്വൈസ്ഡ് ബൈ ദി സയൻറ്റിഫിക് പാനൽ, സയൻറ്റിഫിക് കമ്മിറ്റി ആൻഡ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സയൻറ്റിഫിക് കമ്മിറ്റിയും സയൻറ്റിഫിക് പാനലും പറഞ്ഞു, അതുപോലെ തന്നെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. ഈ 3 പേരുമാണ് ശരിക്കും ഇവർക്ക് ഫുഡ് അതോറിറ്റിക്ക് വേണ്ട സ്റ്റാൻഡേർഡ്സിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഈ ഫുഡ് ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, കൺസ്യൂമേഴ്സ്, റിലവൻറ്റ് റിസർച്ച് ബോഡീസ്, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഫുഡ് ലാബ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള ഓരോ 2 മെമ്പേഴ്സും, പിന്നെ എല്ലാ കമ്മീഷണേഴ്സ്, എല്ലാ സ്റ്റേറ്റ് കമ്മീഷണേഴ്സ്, സ്റ്റേറ്റോ അല്ലെങ്കിൽ സെൻട്രലോ യൂണിയൻ ടെറിട്ടറീസോ അല്ലെങ്കിൽ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിലോ നിന്നുള്ള എല്ലാ കമ്മീഷണേഴ്സും പ്ലസ് നമ്മുടെ സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും, ഇത്രയും പേരും ചേർന്നതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, സോ ഇവരെല്ലാമാണ് നമ്മുടെ ഫുഡ് അതോറിറ്റിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. സോ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ദ ഫുഡ് അതോറിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് പോളിസീസ് ഫോർ ഫുഡ് ആൻഡ് സ്റ്റേറ്റ് ഫുഡ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ആക്ടിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, കുറേ ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൃത്യമായിട്ട് പാലിക്കപ്പെടണമെങ്കിൽ അതിന് വേണ്ട ചില പോളിസീസ് കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ. ഓക്കെ, പിന്നെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിലുള്ള ആൾക്കാർ ആരൊക്കെയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സയൻറ്റിഫിക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം എന്താണ്, അവരുടെ റോള് വരുന്നത് ടു പ്രൊവൈഡ് സയൻറ്റിഫിക് ഒപ്പീനിയൻ. ഓക്കെ, സയൻറ്റിഫിക് ഒപ്പീനിയൻ ഓൺ വേരിയസ് സബ്ജക്ട്സ് അല്ലെങ്കിൽ വേരിയസ് ടോപ്പിക്സ്, പല ടോപ്പിക്കിൻ്റെയും സയൻറ്റിഫിക് ഒപ്പീനിയൻസ് കൊടുക്കുക എന്നുള്ള വർക്കാണ് സയൻറ്റിഫിക് കമ്മിറ്റി ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് ചെയർപേഴ്സൺസ് ഓഫ് ഓൾ സയൻറ്റിഫിക് പാനൽസ് ആൻഡ് 6 ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിഫിക് എക്സ്പേർട്സ്. പിന്നെ സയൻറ്റിഫിക് പാനൽ നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് ഫീൽഡ് ലൈക്ക് ബയോളജിക് ഹസാർഡ്സ്, കണ്ടാമിനൻസ്, ഫുഡ് ടെസ്റ്റിംഗ് ആൻഡ് സാമ്പിളിംഗ്, വാട്ടർ, മീറ്റ്സ്, ഡയറി, സീരിയൽസ്, ഓയിൽ, ന്യൂട്രസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സ്പെസിഫിക് ഫീൽഡുകളാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ ആവശ്യത്തിനുള്ള എക്സ്പേർട്ടുകൾ ഈ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ ഒരു പാനലാണ് സയൻറ്റിഫിക് പാനൽസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സയൻറ്റിഫിക് പാനൽ എന്ന് പറയുമ്പോൾ ഈ ഫുഡ് അതോറിറ്റിക്ക് ഇപ്പോൾ നമുക്ക് കുറേ സയൻറ്റിഫിക് പാനൽസ് ഉണ്ട്. പക്ഷേ ഇതല്ലാണ്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു നെസസറി ആയിട്ട് ഇന്ന ഒരു ടോപ്പിക്കിൽ ഇന്ന ഒരു ഫീൽഡിൽ പുതിയൊരു സയൻറ്റിഫിക് പാനൽ പുതിയൊരു എക്സ്പേർട്ടിനെ അവർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആസ് പെർ ദി നെസസിറ്റി ഫുഡ് അതോറിറ്റിക്ക് ഇതുപോലെ സയൻറ്റിഫിക് പാനലിന് ആവശ്യം പോലെ എന്ത് ചെയ്യാം, ആ ഒരു പാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO. ഓക്കെ, CEOനെ പറ്റി അത്യാവശ്യം പഠിക്കാനായിട്ടുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ സെക്രട്ടറി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പിന്നെ ഇദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് ദി എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് FSSAI. FSSAIയുടെ എക്സിക്യൂട്ടീവ്
എക്സിക്യൂട്ടീവ് ഹെഡാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ ഫുഡ് അതോറിറ്റിയുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നടത്തി പോകുന്നത്. പ്രൊപ്പോസൽസ് ഫുഡ് അതോറിറ്റിക്ക് കൊടുക്കുന്നത്, പിന്നെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ എന്താണ് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം അവർ തീരുമാനിക്കുന്ന പ്രപ്പോസൽസൊക്കെ ഫുഡ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതുപോലെ ഈ നമ്മുടെ ഫുഡ് അതോറിറ്റിയിൽ വരുന്ന എംപ്ലോയീസിൻ്റെയും ഓഫീസേഴ്സിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ നടത്തുന്നത് CEO ആണ്. പിന്നെ ഈ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയുടെ അധികാരങ്ങളെയൊക്കെ എക്സർസൈസ് ചെയ്യുന്നത് CEO ആണ്. പിന്നെ CEO ഈസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ഫുഡ് അതോറിറ്റി. ഈ ഒരു പോയിന്റ് കൂടെ നോക്കി വയ്ക്കുക. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് മെമ്പർ സെക്രട്ടറി ഓഫ് ഫുഡ് അതോറിറ്റി. ഫുഡ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയാണ് CEO എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് നമ്മുടെ ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ഫുഡ് അതോറിറ്റീസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ഉള്ളതല്ലേ. അപ്പം നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും യൂണിയൻ ടെറിട്ടറി ലെവലിലായാലും ഡിസ്ട്രിക്ട് ലെവലിലായാലും ഈവൻ ലോക്കൽ ഏരിയാസിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് ഇവരുടെ വിങ്ങിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഇതിൽ വരുന്ന പോളിസീസ്, ഈ ഒരു ലോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് ഇൻ സ്റ്റേറ്റിൽ പറയുമ്പോൾ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഉണ്ട്, പിന്നെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, ഫുഡ് അനലിസ്റ്റ് ഉണ്ട്. ഓക്കെ, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ മിനിമം ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറെങ്കിലും ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതൊരു ലൈസൻസിങ് അതോറിറ്റിയാണ്. ഓക്കെ, സെൻട്രലിലും അതുപോലെ സ്റ്റേറ്റിലും ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്. ഇവർ ലൈസൻസിങ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ലൈസൻസുകളെ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സാണ്. പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഈ ഒരു പോസ്റ്റിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എത്ര വലിയൊരു എക്സാം ആണല്ലേ നമ്മൾ എഴുതുന്നത്. സോ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഓരോ ലോക്കൽ ഏരിയാസിലും ആയിരിക്കും അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ് എന്തായാലും ഫുഡ് സേഫ്റ്റി ലോയിൽ കുറേ ലീഗൽ കേസസും കാര്യങ്ങളൊക്കെ വരുമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കേസസ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീതിന്യായം നോക്കാനുള്ള ഒരു ഓഫീസറും വേണമല്ലോ. സോ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. പിന്നെ ഇതിലെ സാമ്പിളൊക്കെ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഫുഡ് അനലിസ്റ്റും ഇതിൽ വരുന്നവരാണ്. പിന്നെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് ദി സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണറിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി പെർഫോം ഓൾ ഓർ എനി ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. താഴെ പറയുന്ന ഫങ്ഷൻസൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്. എന്തൊക്കെയാണ്? പ്രൊഹിബിറ്റ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് public health the manufacture, storage, distribution or sale of any article of food either in the whole of the state or any area or part thereof for such period not exceeding 1 year as may be specified in the order notified in this behalf in the official gazette. Then carry out survey of the industrial units engaged in the manufacture or processing of food in the state to find out compliance by such units of the standards notified by the food authority for various articles of food. Then conduct or organize training programs, ensure an efficient and uniform implementation of the standards and other requirements as specified, and also ensure a high standard of objectivity, accountability, practicability, transparency and credibility. Then sanction prosecution for offences punishable with imprisonment under this act. Such other functions as the state government may in consultation with the food authority prescribe. പിന്നെ എന്താണ്? The commissioner of food safety may delegate such of his powers and functions under this act except the power to appoint designated officer, food safety officer and food analyst to any officer subordinate to him. ഇതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ റോള്, ഇദ്ദേഹത്തിന് എന്തിൻ്റെ പവറുണ്ട്? ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെയും FSOനെയും ഫുഡ് അനലിസ്റ്റിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഇദ്ദേഹത്തിനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് എംപ്ലോയീസിന് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഒരു പരിപാടി ഒഴികെ ബാക്കി വർക്കുകളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുമ്പോൾ
അദ്ദേഹത്തിൻ്റെ റാങ്ക് എങ്ങനെയായിരിക്കും? നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സബ് ഡിവിഷണൽ ഓഫീസർ. പിന്നെ ഇദ്ദേഹം വരുന്നത് ടു ബി ഇൻ ചാർജ് ഓഫ് ഫുഡ് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ഇൻ സച്ച് ഏരിയ ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി റെഗുലേഷൻ. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ദർ ഹാസ് ടു ബി എ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫോർ ഈച്ച് ഡിസ്ട്രിക്റ്റ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ ഓരോ ഡിസ്ട്രിക്റ്റിലും എന്ത് വേണം? ഓരോ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വേണം. ഓക്കെ. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ഓഫ് ദി ഫുഡ് അതോറിറ്റി അപ്പോയിൻറ്റ്സ് സെൻട്രൽ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ബൈ ഓർഡർ. സെൻട്രലിലാണെങ്കിൽ സെൻട്രൽ ലെവലിലെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിനെ സിഇഒ എന്ത് ചെയ്യും? അപ്പോയിൻ്റ് ചെയ്യും. നമ്മുടെ സ്റ്റേറ്റിൽ വരുമ്പോൾ നമ്മുടെ കമ്മീഷണറാണ്, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇവർ ലൈസൻസിങ് അതോറിറ്റിയാണ് പറഞ്ഞല്ലോ. പിന്നെ വരുന്നത് ഫങ്ഷൻസ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ 36 പറയുന്നുണ്ട്. സോ നമുക്കിവിടെ ഒന്ന് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഷാൽ ബി a whole-time officer not below the rank of subdivisional officer or equivalent. Appointment shall be done by the Commissioner of Food Safety, and each district will have at least one designated officer who has the power to issue or cancel license, prohibit sale of any article of food in contravention with the provisions of the act and the rules, receive report and samples of articles from food safety officer under his jurisdiction and get them analyzed, recommended cases to commissioner for sanction to launch prosecution in case the contravention is punishable with imprisonment, sanction or launch prosecution in case of contravention punishable with a fine, or recommended the case to commissioner for punishment with imprisonment, maintain record of all inspections made by food safety officer and the actions taken by them, എക്സെട്ര. പിന്നെ വരുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നീതിന്യായപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എന്താണ് ലീഗൽ ഡിസ്പ്യൂട്ടൊക്കെ വരുമ്പോൾ അതിന് ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്. The role of adjudicating office is important for looking into offences committed or contravention of the provisions of this act and rules and regulations made thereunder by the food business operators at any stage, and provide legal conclusions in these matters. The adjudicating officer, after giving the person a reasonable opportunity for making representation in the matter, and if on such inquiry he is satisfied that the person has committed the contravention of provisions of this act or the rules and regulations made thereunder, impose such penalty as he thinks fit in accordance with the provisions relating to that offense. ഒരു കുറ്റമൊക്കെ ചെയ്യുന്ന ആളിന് വേണ്ട പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇദ്ദേഹമാണ്. The state government will notify adjudicating officer for adjudication of food related cases. He will perform all or any of the following functions. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഡ്യൂട്ടീസ് ഒക്കെ പറയണം. The adjudicating officer will have the powers of a civil court, and all the proceedings before him shall be deemed to be judicial proceedings within the meaning of sections 193 and 222 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറയുന്നത് സിവിൽ കോർട്ടിൻ്റെ പവറുകളാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിനുള്ളത്. ദെൻ ദ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ വൈൽ അഡ്ജുഡിങ് ദ ക്വാണ്ടം ഓഫ് പെനാൽറ്റി ഷാൽ ഹാവ് ഡ്യൂ റിഗാർഡ് ടു ദ ഫോളോയിങ്. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഒരു വിധി നിർണ്ണയിക്കുമ്പോൾ, ഒരു ഉത്തരവിടുമ്പോൾ അതിൽ ഇപ്പോൾ പെനാൽറ്റിയുടെ കേസൊക്കെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് പെനാൽറ്റി അക്കൗണ്ട് ചെയ്യുന്നത്? അതായത് ദ എമൗണ്ട് ഓഫ് ഗെയിൻ ഓർ അൺഫെയർ അഡ്വാൻറ്റേജ് ഡ്യൂ ടു കോൺട്രവെൻഷൻ. ഇങ്ങനെ ഒന്ന് ചെയ്തത്, ഈ ഒരു കുറ്റം ചെയ്തത് കാരണം അതിൽ എന്താണ് അതിലെത്രത്തോളം അതിൽ അൺഫെയർ പ്രാക്ടീസ് നടന്നു, അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് ഗെയിനാണ് അവരുണ്ടാക്കിയത്, അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു എന്താ പറയുക പെനാൽറ്റി ആഡപ്പ് ആവും. ദെൻ എമൗണ്ട് ഓഫ് ലോസ് കോസ്ഡ് ഓർ ലൈക്ലി ടു കോസ്റ്റ് ടു എനി പേഴ്സൺ ഡ്യൂ ടു കോൺട്രവെൻഷൻ. ഇവർ ഇപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സാണ് ഈ ഇത്തരത്തിലുള്ള കോൺട്രവെൻഷൻസ് നടത്തിയത്. അപ്പോൾ അത് കാരണം കൺസ്യൂമേഴ്സിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബാധിക്കപ്പെട്ട ആളിനുണ്ടായ നഷ്ടം, അതനുസരിച്ചിട്ട് പെനാൽറ്റിയിൽ വ്യത്യാസം വരും. ദെൻ റെപ്പറ്റേറ്റീവ് നേച്ചർ ഓഫ് കോൺട്രവെൻഷൻ. ഇപ്പോൾ ചെയ്ത കുറ്റം എങ്ങനെയാണ് അതിൻ്റെ റെപ്പറ്റേറ്റീവ് നേച്ചർ. ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യമൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് പെനാൽറ്റി കൂടും. വെദർ കോൺട്രവെൻഷൻ ഈസ് നോയിങ്ലി ഓർ അൺനോയിങ്ലി, അറിഞ്ഞുകൊണ്ടോ അല്ല അറിയാതെയാണോ ചെയ്തത് എന്നുള്ള രീതിയിൽ അതും ഈ പെനാൽറ്റീൻ്റെ
എമൗണ്ട് മാറി വരും. പിന്നെ ഇദ്ദേഹത്തിന് മേ ഇഷ്യൂ ഡയറക്ഷൻ ടു പേഴ്സൺ ഫൗണ്ട് ഗിൽറ്റി ഓഫ് ആൻ ഒഫൻസ് ഫോർ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ടു റെക്ടിഫൈ ദ മിസ്റ്റേക്ക് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സച്ച് ആർട്ടിക്കിൾ ഓഫ് ഫുഡ്. പിന്നെ ഇദ്ദേഹത്തിന് ഇവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒഫൻസ് ചെയ്തെന്ന് പറയുന്ന ആളിനെ, കുറ്റാരോപിതനായിട്ടുള്ള ആളിനെ അവരതിൽ എന്താണ് അത് എസ് എന്ന് പറയുവാണെങ്കിൽ, അവരത് സമ്മതിക്കുവാണ്, പിന്നെ അവരത് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാമെന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു പ്രൊവിഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റും. സോ കറക്റ്റീവ് ആക്ഷൻസ് കൊടുത്ത് അത് റെക്ടിഫൈ ചെയ്യണം, ആ ഒരു മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ ഓഫ് ഫുഡിനെ ഡിസ്ട്രക്റ്റ് ചെയ്ത് വിടാനോ ഒക്കെയുള്ള ഡയറക്ഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റും. മേ ഡയറക്റ്റ് ഒഫൻഡർ ടു പേ കോമ്പൻസേഷൻ ടു വിക്ടിം ഓർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വിക്ടിം ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത് ഓഫ് കൺസ്യൂമർ. ഈ FBO കാരണം, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ കാരണം എന്താണ് ഈ കൺസ്യൂമറിന് ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി അല്ലാതെ ഡെത്തോ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ്സ് വരാമല്ലോ. ചിലപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഇഞ്ചുറീസോ ഹെൽത്ത് ഹസാർഡോ ഒക്കെ ഉണ്ടായിട്ട് അതങ്ങ് മാറിപ്പോവും. ചിലപ്പോൾ അത് ഡെത്തിന് വരെ കാരണമാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഡർ ഓർ ക്യാൻസലേഷൻ ഓഫ് ലൈസൻസ്, ദെൻ ഇഷ്യൂ പ്രൊഹിബിഷൻ ഓർഡേഴ്സ്. ഇതെല്ലാം ആർക്കാ? അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിൻ്റെ ഈ ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പവേഴ്സാണ്. ദെൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ത്രൂ നോട്ടിഫിക്കേഷൻ ഫോർ സച്ച് ലോക്കൽ ഏരിയാസ് ആസ് ഹി മേ അസൈൻ ടു ദം ഫോർ ദി പർപ്പസ് ഓഫ് പെർഫോമിംഗ് ഫങ്ഷൻസ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ദെയർ അണ്ടർ. The state government may authorize any officer of the state government having the qualifications prescribed to perform the functions of a food safety officer within a specified jurisdiction. The role, powers and duties of food safety officer is discussed. ഇവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്റ്റിൽ നോക്കുമ്പോൾ കുറേ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫുഡ് സാമ്പിൾ എടുക്കുന്നതും എല്ലാം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ദെൻ ഫുഡ് അനലിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫുഡ് അനലിസ്റ്റ് ഹാവ് എ മേജർ റോൾ ടു പ്ലേ ഇൻ അനാലിസിസ് ഓഫ് ഫുഡ് സാമ്പിൾസ് ഇൻ ദി ഫുഡ് ലബോറട്ടറീസ് അല്ലേ. മെയിനായിട്ട് ഫുഡ് അനാലിസിസ് ആണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ അനാലിസിസ് റിപ്പോർട്ട്സ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾസ് ആർ ഓഫ് ഇമെൻസ് ഇമ്പോർട്ടൻസ് ടു നോ അബൌട്ട് ദി സ്റ്റാറ്റസ് ഓഫ് safety and food quality. The food analyst having the qualifications as prescribed by the central government are appointed by the Commissioner of Food Safety by notification for such local areas as may be അസൈൻഡ് ടു ദം. അപ്പോൾ ഫുഡ് അനലിസ്റ്റിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി തന്നെയാണ്. പിന്നെ ഡിഫറെൻറ്റ് ഫുഡ് അനലിസ്റ്റ് മേ ബി അപ്പോയിൻറ്റഡ് ഫോർ ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനലിസ്റ്റ് നമ്മുടെ ആക്റ്റിൽ സെക്ഷൻ 45 പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കമ്പയർ ആൻഡ് നോട്ട് ഡൗൺ ദ കണ്ടീഷൻസ് ഓഫ് ദി സീൽ ഓഫ് ദി കണ്ടെയ്നർ ആൻഡ് ഔട്ടർ കവർ കണ്ടെയ്നിങ് ദ സാമ്പിൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ആയിട്ടിരിപ്പുണ്ടോ, സീൽ ഓപ്പൺ ആയിട്ടുള്ളതാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഔട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി നോട്ട് ഡൗൺ ചെയ്യുക. ഹി മേ ആസ്ക് ഫോർ the second sample if the first sample is found to be in broken condition or unfit for analysis and inform the DO designated officer about the same within 7 days time and also send a requisition for the second part of the sample retained by DO. ഈ സാമ്പിൾ എടുത്തതിന് ശേഷം എന്താണ് ഒരു സെക്ഷൻ ഇവരുടെ കയ്യിലും കൊടുക്കും, ഒരു സെക്ഷൻ DOൻ്റെ കയ്യിലും റീറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും സാമ്പിളിന് ഫുഡ് അനലിസ്റ്റിൻ്റെ കയ്യിലെത്തിയ സാമ്പിളിൽ എന്തെങ്കിലും ബ്രേക്കേജ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊരു 7 ഡേയ്സിനുള്ളിൽ DOനെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ കയ്യിലിരിക്കുന്ന സാമ്പിൾ സെക്കൻഡ് പാർട്ട് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കും. ഹി വിൽ ദെൻ അനലൈസ്, പ്രിപ്പയർ, റിപ്പോർട്ട് ആൻഡ് സെൻഡ് ടു DO ഫോർ കോപ്പീസ് ഓഫ് റിപ്പോർട്ട് ഇൻഡിക്കേറ്റിംഗ് ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് വിത്തിൻ 14 days ഓഫ് ടൈം. 14 ഡേയ്സിനുള്ളിൽ DOയ്ക്ക് എന്ത് ചെയ്യുക, റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുക്കുക. വേർ ദി പർച്ചേസർ വാണ്ട്സ് ദ ഫുഡ് ടു ബി അനലൈസ്ഡ് ദെൻ ദി റിപ്പോർട്ട് ഷാൽ ബി സെൻഡ് ടു ദാറ്റ് പർച്ചേസർ വിത്ത് എ കോപ്പി ടു ദ DO. ഇനി പർച്ചേസറിന് ഫുഡ് അനലൈസ് ചെയ്തെടുക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി പർച്ചേസറിനും ഒരു കോപ്പി DOയ്ക്കുമായിട്ട് കൊടുക്കും. സോ ഇതെല്ലാമാണ് ഫുഡ് അനലിസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ് നോക്കാം. നേരത്തെ നമ്മൾ നോക്കി
എന്നാലും നമ്മൾ ആക്റ്റിൽ FSS ആക്റ്റിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. സെക്ഷൻ 4 എന്തായിരിക്കും? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, FSSAIയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4. ദെൻ സെക്ഷൻ 5 കമ്പോസിഷൻ ഓഫ് ഫുഡ് അതോറിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ്. ഫുഡ് അതോറിറ്റിയുടെ കമ്പോസിഷനും പിന്നെ എന്താണ് ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ് നമ്മളെ ചെയർപേഴ്സൺ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസും അപ്പോയിൻമെൻറ്റും ഒക്കെയാണ് എന്തിൽ പറയുന്നത്, ഈ സെക്ഷൻ 5 പറയുന്ന. പിന്നെ കമ്പോസിഷൻ ഓഫ് ഫുഡ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, പിന്നെ 22 മെമ്പേഴ്സ് ഉണ്ടാവും. ഈ 22 മെമ്പേഴ്സിൽ 1/3 എന്ന് പറയുന്നത് വിമൻ ആയിരിക്കും. പിന്നെ ഈ 22 മെമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്? 7 മെമ്പേഴ്സ് അവരുടെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് എ ജോയിൻറ്റ് സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ അവർ എവിടെ നിന്നൊക്കെ ആയിരിക്കണം റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഫ്രം അഗ്രികൾച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് കൊമേഴ്സ്, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് പ്രോസസ്സിംഗ്, ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത്രയും മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വരുന്ന 7 പേര്. ഓക്കെ, ഇവർ മെമ്പേഴ്സ് ഓഫ് എക്സ് ഒഫീഷ്യോ, ഇവർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. അതങ്ങനെ 7 പേരായി. പിന്നെ ബാക്കി 22 ബാക്കിയുള്ളവർ 2 റെപ്രസെൻറ്റേറ്റീവ്സ് എവിടെ നിന്നാണ്? ഫുഡ് ഇൻഡസ്ട്രിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ദെൻ 2 റെപ്രസെൻറ്റേറ്റീവ്സ് കൺസ്യൂമർ ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരായിരിക്കും. 3 എമിനൻ്റ് ആയിട്ടുള്ള ഫുഡ് ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാരുണ്ടാവും. ദെൻ 5 മെമ്പേഴ്സ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ റൊട്ടേഷൻ എവറി 3 ഇയേഴ്സ്. ഓരോ 3 വർഷവും റൊട്ടേഷനിൽ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന 5 പേരുണ്ട്. അവർ വരുന്നത് നമ്മുടെ ഷെഡ്യൂൾ, ഈ ഒരു ആക്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കുറച്ച് സോണുകളുടെ കാര്യം പറയുന്നുണ്ട്. ആ ഓരോ സോണിൽ നിന്ന് എന്താണ് വൺ ആഫ്റ്റർ അനദറായിട്ട് വരുന്ന മെമ്പേഴ്സാണ് ഈ 5 പേര്. പിന്നെ 2 പേഴ്സൺ എവിടെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യണം? ഫാർമേഴ്സ് ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളവരായിരിക്കും. 1 പേഴ്സൺ എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണ് 22 മെമ്പേഴ്സ് ഫുഡ് അതോറിറ്റിയിൽ വരുന്നത്. പിന്നെ നോക്കാനുള്ളത് സെക്ഷൻ 6, അതിൽ സെലക്ഷൻ കമ്മിറ്റി ഫോർ സെലക്ഷൻ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി. അപ്പോൾ ഇവരെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് സെക്ഷൻ 6 പറയുന്നത്. ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെയർപേഴ്സണും മെമ്പേഴ്സും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി, പിന്നെ ബാക്കി മെമ്പേഴ്സ് നോക്കുക. സെക്രട്ടറി ഇൻചാർജ് ഓഫ് ദി മിനിസ്ട്രി ഓർ ദി ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ആക്ട് ആസ് ദി കൺവീനർ. ദെൻ സെക്രട്ടറി ഇൻചാർജ് ഓഫ് ദി മിനിസ്ട്രീസ് ഓർ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് ആൻഡ് പേഴ്സണൽ. ദെൻ ചെയർമാൻ ഓഫ് ദി പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ്. ആൻഡ് പിന്നെ എന്താണ് ആൻ എമിനൻറ്റ് ഫുഡ് ടെക്നോളജിസ്റ്റ് ടു ബി നോമിനേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇവരെല്ലാവരും മെമ്പേഴ്സും പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി, ചെയർപേഴ്സണും, ഇത്രയും പേരടങ്ങുന്നതാണ് സെൻട്രൽ ഈ സെലക്ഷൻ കമ്മിറ്റി. ഓക്കെ, ചെയർപേഴ്സണിനെയും ഫുഡ് അതോറിറ്റിയിലെ മെമ്പേഴ്സിനെയും നിയമിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. കമ്മിറ്റിയിൽ വരുന്ന ആൾക്കാരാണ് ഇത്രയും പേര്. പിന്നെ 7 പറയുന്ന സെക്ഷൻ 7 ഫുഡ് അതോറിറ്റിയിലെ മെമ്പേഴ്സിൻ്റെയും ചെയർപേഴ്സൻ്റെയൊക്കെ ഭരണത്തിൻ്റെ കാലാവധി, ടേം ഓഫ് ഓഫീസ്, പിന്നെ അവരുടെ സാലറി, അവരുടെ അലവൻസസ്, പിന്നെ മറ്റു കണ്ടീഷൻസ്, ഇവരുടെ സർവീസ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നതാണ് സെക്ഷൻ 7. ദെൻ സെക്ഷൻ 8 റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി, ഇവരെ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ സെക്ഷൻ 9 ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഫുഡ് അതോറിറ്റി, ഫുഡ് അതോറിറ്റിയിൽ വരുന്ന ഓഫീസേഴ്സും മറ്റ് എംപ്ലോയീസും അവരെ പറ്റിയാണ് സെക്ഷൻ 9 പറയുന്നത്. ദെൻ അടുത്തത് സെക്ഷൻ 10 ഫങ്ഷൻസ് ഓഫ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതും പ്രപ്പോസൽസ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. ദെൻ സെക്ഷൻ 11 സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ വരുന്നത് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞു. ദെൻ സയൻറ്റിഫിക് പാനൽസ് സെക്ഷൻ 13, സയൻറ്റിഫിക് കമ്മിറ്റി സെക്ഷൻ 14, സെക്ഷൻ 29 അതോറിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ആക്ട്, ഈ ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ട അതോറിറ്റിയെ പറ്റിയാണ് സെക്ഷൻ 29 പറയുന്നത്. ദെൻ സെക്ഷൻ 30 കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് ദി സ്റ്റേറ്റ്, അതിനെപ്പറ്റി ആ ഒരു കമ്മീഷണറിൻ്റെ കാര്യമാണ് പറയുന്നത്. ദെൻ സെക്ഷൻ 36 ഡെസിഗ്നേറ്റഡ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ റാങ്ക് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് എ സബ് ഡിവിഷണൽ ഓഫീസർ. ആരായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ്. ദെൻ 37 സെക്ഷനിൽ പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ കാര്യം. 38 ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പവർ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് ടേക്ക് സാമ്പിൾ, ദെൻ സീഷർ. ഓക്കെ, ആർട്ടിക്കിൾസ് സീസ് ചെയ്യാനും
സാമ്പിൾ എടുക്കാനുള്ള പവറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ദെൻ സെക്ഷൻ 45 ഫുഡ് അനലിസ്റ്റിൻ്റെ കാര്യം പറയുന്നു. സെക്ഷൻ 46 ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനലിസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ, ആ സാമ്പിൾ അനാലിസിസ് നടത്തേണ്ടത് എങ്ങനെ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം പറയുന്നതാണ് സെക്ഷൻ 46. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ നോട്ടൊക്കെ നമ്മുടെ ആക്റ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിരിക്കും, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ട് പിന്നീട് ടൈം കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. താങ്ക് യു.